താങ്കൾ കോൺഗ്രസിനെ കുറിച്ച് പുസ്തകങ്ങളിൽ വായിക്കുന്ന സമയത്ത് ഈ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അവരുടെ കോർപ്പറേറ്റ് കൾച്ചർ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രം പണം ചേർത്ത് വെച്ചു, അവർക്ക് വേണ്ടി ജോലികൾ ഉണ്ടാക്കി, അവർക്ക് വേണ്ടി വീടുകൾ കെട്ടി. പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം തോന്നും. ലൈസൻസ്, പെർമിറ്റ്, കോട്ട, ഗവൺമെന്റ്. അതിൽ ബിർലാജി എത്രയാണ് അടയ്ക്കുന്നത്? അതായത് സംഭാവനയുടെ കാര്യം. എത്ര പണം വന്നോ 1960 തെരഞ്ഞെടുപ്പിൽ, 62 തെരഞ്ഞെടുപ്പിൽ, 65 തെരഞ്ഞെടുപ്പിൽ എല്ലാം ടാറ്റയും ബിർലയും ഡാൽമിയാണ് കൊടുത്തിരിക്കുന്നത്. ആ ലൈസൻസ്, പെർമിറ്റ്, കോട്ട ഭരണത്തിൽ ബിർല അംബാസഡർ കാർ നിർമ്മിക്കും, പിന്നെ ബജാജ് സ്കൂട്ടർ നിർമ്മിക്കാൻ തുടങ്ങും, ഡാൽമിയാജി സിമന്റ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും, ടാറ്റാജി സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. പുതിയ ബിസിനസ്സുകാർക്ക് അവസരമില്ല. ഇതൊക്കെ നടന്നതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയണ്ടേ? അതല്ലേ അതിന്റെ ശരി. ഇതൊക്കെ താങ്കളോട് ആരാണ് പറയുന്നത്? ഇതെല്ലാം ഞാൻ വായിച്ചതാണ്. വായന എനിക്ക് വളരെ ഇഷ്ടമാണ്. ജനങ്ങളും ഇതൊക്കെ അറിയട്ടെ. എനിക്ക് റിസർച്ച് ഇഷ്ടമാണ്. ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ട് ഞാൻ. ഉറങ്ങുന്നതിന് മുമ്പ് 2 മണിക്കൂറെങ്കിലും ഞാൻ പുസ്തകം വായിക്കാറുണ്ട്. കോൺഗ്രസിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിഷികാന്ത് ദൂബെയെ കോൺഗ്രസിനെതിരായിട്ട് മോദിജിയാണ് പറഞ്ഞു വിടുന്നതെന്നാണ്. മോദിജി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് അങ്കലാപ്പാണ്. ആരെങ്കിലും റാം 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 എന്ന് ജപിക്കുന്ന പോലെ പ്രതിപക്ഷം മോദി 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 എന്ന് ജപിക്കുകയാണ്. ആരെന്ത് ചെയ്താലും അത് മോദിജി ചെയ്തു എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള റിസർച്ചൊക്കെ ചെയ്യാൻ വേണ്ടി താങ്കൾ ഏതെങ്കിലും ഒരു ടീമിനെ വെച്ചിട്ടുണ്ട്? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. 1 മാൻ ആർമി. 11 മണി മുതൽ രാത്രി 2 മണി വരെ ദിവസവും ഞാൻ 2 മണിക്കൂറെങ്കിലും വായിക്കും. അങ്ങനെ വായിക്കുന്നത് കൊണ്ടാണ് ജനങ്ങളോട് പറയാൻ കഴിയുന്നത്. താങ്കൾ രാത്രി മുഴുവനും മണിക്കൂർ കണക്കിന് നെഹ്റുവിനെക്കുറിച്ചും ഗാന്ധിയെക്കുറിച്ചുള്ള പുസ്തകങ്ങളെ വായിക്കാറുള്ളൂ? അല്ല, രാജ്യത്തെക്കുറിച്ചാണ് വായിക്കുന്നത്.